ജേക്കബ് തോമസ് മാറണമെന്ന് ആഗ്രഹിക്കുന്ന നിരവധി പേരുണ്ടെന്നും ആ കട്ടിൽ കണ്ടാരും പനിക്കേണ്ടെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ. ജേക്കബ് തോമസ് അഴിമതി വിരുദ്ധ ഉദ്യോഗസ്ഥനെന്നും മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ജേക്കബ് തോമസിനെതിരെ നടപടിയെടുക്കാൻ കഴിയില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ജേക്കബ് തോമസിനെതിരായ ആരോപണങ്ങൾ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് നിയമസഭയിൽ പ്രതിപക്ഷം നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി പറയുകയായിരുന്നു മുഖ്യമന്ത്രി. വിവരങ്ങളുമായി സജേഷ് ചേരുന്നുണ്ട്. സജേഷ്, പല ഘട്ടങ്ങളിലും ഇത്തരം വലിയ ആരോപണങ്ങൾ വന്നിട്ടുള്ളപ്പോൾ അദ്ദേഹത്തിന്റെ ജോലി അടക്കം പ്രശംസിച്ചുകൊണ്ട് മുഖ്യമന്ത്രി രംഗത്തെത്തിയിട്ടുണ്ട്. ഇന്നും ആ വിധത്തിൽ തന്നെ ആണ് മുഖ്യമന്ത്രിയുടെ മറുപടി. എന്തൊക്കെ കാര്യങ്ങളായിരുന്നു അടിയന്തര പ്രമേയമായി പ്രതിപക്ഷത്തിന്റെ ആവശ്യം, ഒപ്പം മുഖ്യമന്ത്രി പറഞ്ഞ മറുപടിയും? സൗമ്യ, വിജിലൻസ് ഡയറക്ടറായി ജേക്കബ് തോമസ് സ്ഥാനത്തിരിക്കെ വലിയ അഴിമതി ആരോപണങ്ങൾ വരുന്നു. ഈ ദുരൂഹമായ അഴിമതി ആരോപണങ്ങളാണ് വരുന്നത്. ജേക്കബ് തോമസിന് ചുവപ്പ് കാർഡ് കാണിക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയം. ആ അടിയന്തര പ്രമേയത്തിന് ജേക്കബ് തോമസിനെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്ന നിലപാടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വീകരിച്ചിട്ടുള്ളത്. ജേക്കബ് തോമസ് സ്ഥാനത്ത് നിന്ന് മാറണമെന്ന് ആഗ്രഹിക്കുന്ന ഒട്ടേറെ പേരുണ്ട്. ആ കട്ടിൽ കണ്ട് ആരും പനിക്കേണ്ടെന്നാണ് മുഖ്യമന്ത്രി ഇപ്പോൾ നിയമസഭയിൽ പറഞ്ഞത്. ജേക്കബ് തോമസിനെതിരെ ഇതേ ആരോപണങ്ങൾ നേരത്തെയും ഉയർന്നിട്ടുണ്ട്. ഗൗരവതരമായ തരത്തിലുള്ള അന്വേഷണങ്ങൾ നടന്നിട്ടുണ്ട്. അത് പ്രതിപക്ഷത്തിന് ഉൾപ്പെടെ അറിയാവുന്നതുമാണ്. ആ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ നടന്ന അന്വേഷണങ്ങൾ അതിൽ കഴമ്പില്ലെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. നിലവിൽ സാമ്പത്തിക വിഭാഗം നടത്തിയ അന്വേഷണത്തിലെ സാധുത സംബന്ധിച്ച് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻസിനോട് നിയമോപദേശവും ചോദിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ചില പത്രവാർത്തകൾ മാത്രം ജേക്കബ് തോമസിന്റെ വസ്തു വിവരങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്നു. സർക്കാരിന് മുന്നിൽ പത്രവാർത്തകൾ മാത്രമാണുള്ളത്. മാധ്യമ സൃഷ്ടികൾക്ക് പുറകെ പോകാനാകില്ല, മറിച്ച് വസ്തുതകളാണ് സർക്കാരിന് മുന്നിൽ വേണ്ടത്. അത് പരിശോധിക്കാതെ പറയാനാകില്ലെന്ന നിലപാട് പിണറായി വിജയൻ ഇപ്പോൾ നിയമസഭയിൽ വ്യക്തമാക്കി കഴിഞ്ഞു. അതേസമയം വിജിലൻസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ ചില നിർദ്ദേശങ്ങളുണ്ട്. അതിനനുസരിച്ച് വിജിലൻസിന്റെ പ്രവർത്തനങ്ങൾ മാറ്റും. വകുപ്പുകൾ പരിശോധിക്കേണ്ടത് വകുപ്പുകളും വിജിലൻസ് പരിശോധിക്കേണ്ട കാര്യങ്ങൾ വിജിലൻസും പരിശോധിക്കുക എന്നതാണ് സർക്കാരിന്റെ നയം. ആ നയവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകും. എന്നാൽ വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് പോർട്ട് ഡയറക്ടറായിരിക്കുമ്പോൾ ജേക്കബ് തോമസിനെതിരെ വന്നിട്ടുള്ള ആരോപണങ്ങൾ അത് അന്വേഷിക്കപ്പെട്ടതാണ്. നിലവിൽ ഉയരുന്ന രണ്ട് ആരോപണങ്ങൾ: ഒന്ന്, തമിഴ്നാട്ടിലെ വിരുദനഗറിൽ 50 ഏക്കർ ഭൂമി വാങ്ങി ആ വിവരം സർക്കാരിൽ നിന്ന് മറച്ചുവെച്ചോ. രണ്ട്, സർക്കാർ സർവീസിലിരിക്കിയ ഒരു സ്വകാര്യ കമ്പനിയുടെ ഡയറക്ടറായി ആ കമ്പനിക്ക് ഇസ്രയേലുമായി ബന്ധമുണ്ട്. ഈ രണ്ട് കാര്യങ്ങളിൽ സർക്കാരിന് മുമ്പിൽ വസ്തുതകളില്ല. ആ വസ്തുതകൾ പരിശോധിക്കാതെ പറയാനുമാകില്ലെന്ന നിലപാടാണ് പിണറായി വിജയൻ ഇപ്പോൾ നിയമസഭയിൽ സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ അതിനുശേഷം പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സംസാരിക്കുകയാണ്. സൗമ്യ, ഒരുപക്ഷെ ആവർത്തിച്ച് ഇത്തരത്തിൽ ജേക്കബ് തോമസിനെതിരായി പ്രതിപക്ഷം, നമുക്കറിയാം, സഭയ്ക്ക് പുറത്ത് പല ഘട്ടങ്ങളിൽ ഇത്തരത്തിലുള്ള വാക്കുകൾ, ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുണ്ട്. കേസിന്റെ ഒരു പശ്ചാത്തലവും നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. അതായത് ഇനിയും ഈ വിഷയങ്ങളെയെല്ലാം സർക്കാർ ഇങ്ങനെയായിരിക്കും നേരിടുക എന്ന സൂചന കൂടിയാണോ, ഒരുപക്ഷെ അങ്ങനെ ഒരു വിശ്വാസ്യത കൂടിയാണോ ജേക്കബ് തോമസിന് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ നൽകുന്നത്? സൗമ്യ, ഇക്കാര്യത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ചില പത്രവാർത്തകൾ ജേക്കബ് തോമസിനെതിരെ വന്നിരുന്നു. അത് ഒന്ന്, തമിഴ്നാട്ടിലെ വിരുദനഗർ ജില്ലയിൽ ജേക്കബ് തോമസിന് 50 ഏക്കർ ഭൂമിയുണ്ട്. അത് സർക്കാരിന് സമർപ്പിച്ച വസ്തുവിവര റിപ്പോർട്ടിൽ ഇക്കാര്യം മറച്ചുവെച്ചു. ജേക്കബ് തോമസ് 2001 ഈ ഭൂമി വാങ്ങിയത്. അന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറാണെന്നാണ് പ്രതിപക്ഷം ആരോപിച്ചത്. അതോടൊപ്പം തന്നെ ജേക്കബ് തോമസ് സർക്കാർ സർവീസിലിരിക്കിയ ഒരു സ്വകാര്യ കമ്പനിയുടെ ഡയറക്ടറായി. ആ കമ്പനിക്ക് ഇസ്രയേലുമായി ബന്ധമുണ്ട്. ഈ രണ്ട് ആരോപണങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളായി പത്രവാർത്തകൾ വന്നത്. ആ ഘട്ടത്തിൽ ഈ കാര്യത്തോട് മുഖ്യമന്ത്രി പത്രവാർത്തകൾ മാത്രം അനുസരിച്ച് കാര്യങ്ങളിൽ നടപടിയെടുക്കാനാകില്ല, ഇക്കാര്യത്തിൽ വസ്തുതാപരമായ പരിശോധന നടക്കും, അതിനുശേഷം മാത്രം പരിശോധനയ്ക്കെങ്കിലും പറയാനാകുമെന്ന നിലപാട് സ്വീകരിച്ചത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഒരു പത്രത്തിൽ ജേക്കബ് തോമസിനെ മാറ്റുമെന്ന വാർത്ത വന്നു. ആ വാർത്ത വെച്ചുകൊണ്ട് വൈകുന്നേരം ചാനലുകളിൽ ചർച്ച നടന്നു. ഈ രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്. ജേക്കബ് തോമസിനെ മാറ്റണമെന്ന് ഒട്ടേറെ പേർ ആഗ്രഹിക്കുന്നുവെന്നതിന്റെ തെളിവാണിത്. ആ കട്ടിൽ കണ്ട് പനിക്കേണ്ടെന്ന വ്യക്തമായ മറുപടിയാണ് മുഖ്യമന്ത്രി ഇപ്പോൾ നിയമസഭയിൽ നൽകിയിട്ടുള്ളത്. ജേക്കബ് തോമസിന് പൂർണ്ണ പിന്തുണ അറിയിക്കുന്ന മുൻ നിലപാട് മുഖ്യമന്ത്രി ആവർത്തിക്കുക തന്നെയാണ്. സൗമ്യ, നമുക്കറിയാം, പല ഘട്ടങ്ങളിലും ഒരുപക്ഷെ നിലവിലെ പ്രതിപക്ഷത്തിന്, അതായത് കഴിഞ്ഞ UDF സർക്കാരിന് പ്രതികൂലമായ നിരവധി നിലപാടുകൾ കൂടി ജേക്കബ് തോമസ് എടുത്തൊരു പശ്ചാത്തലവുമുണ്ട്. ഒരുപക്ഷെ ഈ വിഷയങ്ങളൊക്കെ രാഷ്ട്രീയമായി പ്രയോഗിക്കുന്നു എന്ന തരത്തിലുള്ള ആരോപണം ജേക്കബ് തോമസിനെതിരായ പ്രതിപക്ഷത്തിന്റെ ഈ പ്രതിഷേധങ്ങൾക്കൊക്കെ വിധത്തിലൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ ഈ ഒരു മറുപടിയിൽ പ്രതിപക്ഷം തൃപ്തരാണോ? അവരുടെ ആവശ്യം എങ്ങനെയാണ്? പ്രത്യേകിച്ച് അടിയന്തര പ്രമേയമായി തന്നെ ഈ ഒരു വിഷയം മുന്നോട്ട് കൊണ്ടുവന്നിരിക്കുന്ന പശ്ചാത്തലത്തിൽ
സൗമ്യ, ഈ പ്രശ്നങ്ങളുടെ തുടക്കം വിജിലൻസ് ഡയറക്ടർ വിജിലൻസ് ചില ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള അനധികൃത സ്വത്ത് സമ്പാദന കേസിലും മറ്റും ശക്തമായ നിലയിൽ അന്വേഷണം തുടങ്ങിയ ഘട്ടത്തിലാണ് ഈ പ്രശ്നങ്ങളുടെ തുടക്കം. അതിനുശേഷമാണ് ജേക്കബ് തോമസിനെതിരെ വലിയ ആരോപണങ്ങൾ വന്നതും ധനകാര്യ വിഭാഗത്തിൻ്റെ ഉൾപ്പെടെയുള്ള റിപ്പോർട്ടുകൾ ജേക്കബ് തോമസിനെതിരായി തന്നെ പുറത്തേക്ക് വരികയും ചെയ്തത്. ആ ഘട്ടത്തിലാണ് പുതിയ ആരോപണങ്ങൾ ഉയരുന്നത്. ഫിനാൻസ് വിഭാഗത്തിൻ്റെ പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ട് നേരത്തെ തന്നെ വലിയ തോതിലുള്ള അന്വേഷണം വീണ്ടും നടത്തപ്പെട്ടതാണ്. എന്നാൽ വീണ്ടും വാർത്തകൾ വന്നതിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻസിന് നിയമോപദേശത്തിന് ഇക്കാര്യം വിടുകയും ചെയ്തു. അക്കാര്യങ്ങളെല്ലാം നിയമസഭയിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ പ്രേരിതമായ ആരോപണമാണിതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞില്ല. എന്നാൽ ഉദ്യോഗസ്ഥ തലത്തിൽ ഉൾപ്പെടെ രാഷ്ട്രീയ തലത്തിൽ ഉൾപ്പെടെ ജേക്കബ് തോമസിനെ മാറ്റാനുള്ള സമ്മർദ്ദം സൂചിപ്പിച്ചുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി ഇന്ന് നിയമസഭയിൽ സംസാരിച്ചത്. അത് ഒട്ടേറെ പേർ ജേക്കബ് തോമസ് മാറണമെന്ന് ആഗ്രഹിക്കുന്നുവെന്ന വാക്കിൽ അക്കാര്യങ്ങളെല്ലാം ഉണ്ട്. എന്നാൽ വളരെ വ്യക്തമായി തന്നെ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നു. ആ കട്ടിൽ കണ്ട് പനിക്കേണ്ട. പ്രതിപക്ഷത്തു നിന്നും അടിയന്തര പ്രമേയം അവതരിപ്പിച്ചത് എം വിൻസെന്റ് MLA ആണ്. എം വിൻസെന്റ് ഏറ്റവും ഒടുവിലായി പറഞ്ഞത് ജേക്കബ് തോമസ് പലർക്കും ചുവപ്പ് കാർഡും മഞ്ഞക്കാർഡും കാണിക്കാൻ ആഗ്രഹിക്കുന്നു. മുഖ്യമന്ത്രി ജേക്കബ് തോമസിന് ചുവപ്പ് കാർഡ് കാണിക്കണമെന്നാണ്. എന്നാൽ ആ കാർഡ് സർക്കാർ കാണിക്കില്ലെന്ന് മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ വ്യക്തമാക്കി കഴിഞ്ഞു. സൗമ്യ, ഈ ഒരു പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ സജേഷ് കേസിന്റെ പശ്ചാത്തലം കൂടി നിലവിലെ പുതിയ കേസുകളുടെ ഒക്കെ പശ്ചാത്തലം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കണം ഇപ്പോൾ ഒരു അടിയന്തര പ്രമേയം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ അടിയന്തര പ്രമേയത്തിലെ പ്രധാന ആവശ്യങ്ങൾ എങ്ങനെയാണ്, പ്രത്യേകിച്ച് ഏറ്റവും പുതിയ സംഭവവികാസങ്ങളുടെ ഒക്കെ പശ്ചാത്തലത്തിൽ? സൗമ്യ, അടിയന്തര പ്രമേയത്തിൽ പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്ന്, ജേക്കബ് തോമസ് വിജിലൻസ് ഡയറക്ടറായിരിക്കെ പുറത്തു വന്നിട്ടുള്ള ഇപ്പോഴത്തെ സ്വത്ത് വിവരങ്ങളും മറ്റ് അഴിമതി ആരോപണങ്ങളും ദുരൂഹമാണ്. വലിയ തോതിലുള്ള ആരോപണങ്ങളാണ് പുറത്തു വരുന്നത്. ഏറ്റവും പ്രധാനമായും 2001 സിറ്റി പോലീസ് കമ്മീഷണറായിരിക്കെ ജേക്കബ് തോമസ് തമിഴ്നാട്ടിലെ വിരുനഗറിൽ 50 ഏക്കർ ഭൂമി വാങ്ങി. ഈ 50 ഏക്കർ ഭൂമി കൊച്ചിയിലെ ഒരു ബിസിനസ് ബിനാമിയുമായി ബന്ധപ്പെട്ടാണ് വാങ്ങിയത്. ആ ഭൂമിയുടെ കാര്യം സർക്കാരിൽ നിന്ന് മറച്ചുവെച്ചു. 2002 ഭാര്യയുടെ പേരിൽ ഈ സ്വത്ത് വിവരം ജേക്കബ് തോമസ് സർക്കാരിന് മുമ്പിൽ കാണിച്ചിരുന്നു. പിന്നീട് ഇക്കാര്യം കാണിച്ചതേയില്ല. ഈ രീതിയിൽ സർക്കാരിൽ നിന്ന് സ്വത്ത് വിവരം മറച്ചു വെക്കുന്നത് ഗുരുതരമായ ക്രമക്കേടാണ്. രണ്ടാമത്തെ കാര്യം, ജേക്കബ് തോമസ് സർക്കാർ സർവീസിലിരിക്കെ ഒരു സ്വകാര്യ കമ്പനിയുടെ ഡയറക്ടറായി എന്നാണ്. ഈ കമ്പനിക്ക് ഇസ്രയേലുമായി ബന്ധമുണ്ട്. ഇക്കാര്യത്തിൽ സ്വകാര്യ കമ്പനിയുടെ ഡയറക്ടറായിരിക്കുന്നു എന്നുള്ളത് സർക്കാരിന് മുമ്പിൽ അക്കാര്യത്തിൽ വസ്തുതാപരമായ വിവരങ്ങളില്ല. അത് പരിശോധിക്കാമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. അതേസമയം സ്വത്ത് വിവരവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം ഗൗരവതരമായ അന്വേഷണം നേരത്തെ തന്നെ നടന്നിട്ടുണ്ട്. അക്കാര്യത്തിൽ കഴമ്പില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. അതോടൊപ്പം തന്നെ 2001 കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ അല്ല ജേക്കബ് തോമസ്, മറിച്ച് അവധിയിലായിരുന്നു. 1999 മുതൽ 2003 വരെ അവധിയിലായിരുന്നു ജേക്കബ് തോമസ് എന്നും 1998 കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറായി ജേക്കബ് തോമസ് ഇരുന്നത് എന്നാണ് തന്റെ ഓർമ്മയെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ വിശദീകരിച്ചു. പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഇവയാണ്. ഈ സ്വത്ത് വിവരങ്ങൾ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിൽ ദുരൂഹതയുണ്ട്. 2, കമ്പനി ഡയറക്ടറായിരുന്ന കാര്യത്തിൽ ദുരൂഹതയുണ്ട്. അക്കാര്യത്തിൽ പത്രവാർത്തകൾ മാത്രമാണ് അടിസ്ഥാനമെന്ന വിശദീകരണം മുഖ്യമന്ത്രി നൽകി. ജേക്കബ് തോമസിന് പൂർണ്ണമായും പിന്തുണ നൽകുന്ന പഴയ നിലപാട് ആവർത്തിക്കുകയും ചെയ്തു. ഒരുപക്ഷെ ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ കേസുകളുടെ സാഹചര്യങ്ങൾ കൂടി പരിശോധിച്ചാൽ ഒരു ഭാഗത്ത് ഇത്തരം ആരോപണങ്ങൾ വരുമ്പോൾ ജേക്കബ് തോമസിനെ മാറ്റി നിർത്തണം എന്നതടക്കമുള്ള ആവശ്യങ്ങൾ അത് നമ്മൾ കണ്ടതാണ്. തുടർച്ചയായ അത്തരം പല കാര്യങ്ങളും വാർത്താസമ്മേളനങ്ങളിലായാലും ഒക്കെ തന്നെ ഈ മുഖ്യമന്ത്രി അതിൽ ശക്തമായ ഒരു നിലപാട്, സർക്കാരിന്റെ നിലപാട് അറിയിക്കുന്ന പശ്ചാത്തലം കൂടി ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ നിലവിൽ ഇത്തരം ആരോപണങ്ങൾ, അതായത് തെളിയിക്കപ്പെടാത്ത ആരോപണങ്ങൾ മാത്രമാണ് എല്ലാം എന്ന ഒരു നിലപാടിലേക്ക് തന്നെ സർക്കാർ എത്തിച്ചേരുകയാണോ? അതിനും അപ്പുറത്തേക്ക് പല ഘട്ടങ്ങളിലും നടന്നിട്ടുള്ള അന്വേഷണങ്ങൾ, ജേക്കബ് തോമസ് നിലവിൽ സ്വീകരിക്കുന്ന നിലപാടുകൾ, അതിനെയൊക്കെ സംരക്ഷിക്കുന്ന ഒരു നിലപാടിലേക്കാണോ? സൗമ്യ, ഇക്കാര്യത്തിൽ സർക്കാരിന്റെ നിലപാട് വളരെ വ്യക്തമായി തന്നെ നിയമസഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞു. അത് നേരത്തെ തന്നെ ജേക്കബ് തോമസിനെതിരെ പല ആരോപണങ്ങളും ഉയർന്നു. ഈ വസ്തു വിവരവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളൊക്കെ നേരത്തെ ഉയർന്നതാണ്. പോർട്ട് ഡയറക്ടറായിരിക്കെയുള്ള ആരോപണങ്ങൾ നേരത്തെ ഉയർന്നതാണ്. അന്ന് പോർട്ടിലേക്ക് സാധനം വാങ്ങിയതുമായി ബന്ധപ്പെട്ട് വിവിധ ഉപകരണങ്ങൾ വാങ്ങിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഴിമതി ആരോപണങ്ങളൊക്കെ നേരത്തെ ഉയർന്നതാണ്. അതിൽ വ്യക്തമായ അന്വേഷണം നടക്കുകയും ചെയ്തു. അതിൽ കൂടുതൽ അന്വേഷണം ആവശ്യമുണ്ടോ എന്ന കാര്യത്തിൽ സർക്കാർ നിയമോപദേശവും തേടി
തള്ളിയിട്ടുണ്ട്. പുതിയ ആരോപണങ്ങൾ ഇപ്പോൾ ഉയരുന്നു. അത് തമിഴ്നാട്ടിൽ ഭൂമി വാങ്ങിയതും സ്വകാര്യ കമ്പനി ഡയറക്ടറായിരിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. അക്കാര്യത്തിൽ സർക്കാർ പരിശോധന നടത്തും. ഇപ്പോൾ പത്രവാർത്തകൾ മാത്രമാണ് സർക്കാരിന് മുമ്പിലുള്ളത്. മാധ്യമ സൃഷ്ടികൾക്ക് പുറകെ പോകാനാകില്ല. പ്രത്യേകിച്ചും ജേക്കബ് തോമസ് സ്ഥാനത്ത് നിന്ന് മാറണമെന്ന് ഒട്ടേറെ പേർ ആഗ്രഹിക്കുന്ന സാഹചര്യത്തിൽ മാധ്യമ സൃഷ്ടികൾ വെച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാകില്ല. മാധ്യമങ്ങൾ തന്നെ വാർത്ത കൊടുക്കുന്നു. ജേക്കബ് തോമസിനെ സർക്കാർ മാറ്റുമെന്ന് വാർത്ത കൊടുക്കുന്നു. മാധ്യമങ്ങൾ തന്നെ ചർച്ച ചെയ്യുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങൾ അംഗീകരിക്കാനാവില്ല. ജേക്കബ് തോമസിനെ മാറ്റാൻ സർക്കാർ തീരുമാനിച്ചിട്ടില്ല. ആരെങ്കിലും ആ കട്ടിൽ കണ്ട് പനിക്കേണ്ടെന്നുണ്ടെങ്കിൽ അത് വേണ്ട എന്ന കൃത്യമായ സന്ദേശം നൽകി. അതായത് ജേക്കബ് തോമസിനെതിരെ ഉയർന്നിട്ടുള്ള ആരോപണങ്ങളിൽ ഇതുവരെ ഉയർന്നിട്ടുള്ള ആരോപണങ്ങളിൽ ഗൗരവമായ അന്വേഷണം നടന്നിട്ടുണ്ട്. ഇപ്പോൾ പുതുതായി വരുന്ന വാർത്തകളിൽ സജേഷാണ് വിവരങ്ങൾ നൽകിയത്.